അപ്പോൾ എന്തായാലും മുറ്റത്ത് കുറെ പച്ചക്കറിയൊക്കെ നടണം എന്ന് കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി ഒരാഴ്ച മുമ്പ് തന്നെ മണ്ണും ഡോളമൈറ്റ് ഒക്കെ നന്നായിട്ട് കുഴച്ച് വച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ കിഴക്കൂട്ടത്തുള്ള ഒരു നഴ്സറി, ഒരു കൃഷിക്കൂട്ടം നടത്തുന്ന നഴ്സറി പോയി അത്യാവശ്യം തക്കാളിയും വഴുതനയും വാങ്ങി. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കൃഷി ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള ഇനങ്ങളാണ് നടാറുള്ളത്. അപ്പോൾ അങ്ങനെ തൈകൾ സംഘടിപ്പിച്ചു. പോട്ട് മിശ്രിതം നന്നായിട്ട് മിക്സ് ചെയ്ത് ജൈവവളങ്ങളൊക്കെ ചേർത്ത് ചട്ടികളിൽ നിറയ്ക്കണം. എന്നാൽ മാത്രമേ ഈ തൈകളൊക്കെ നടാൻ പറ്റൂ. ഇത് പോട്ട് മിശ്രിതത്തിൽ എന്തൊക്കെ വസ്തുക്കൾ നമ്മൾ ചേർക്കണമെന്നാണ് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നമ്മൾ കൃഷി ആരംഭിക്കുന്നതിന് മുന്നോടിയായി ആദ്യമായിട്ട് നടാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക എന്നതാണ്. വീട്ടുമുറ്റത്തൊക്കെ സ്ഥലമുള്ളവർക്ക് വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യാം. നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യാം. അങ്ങനെ എവിടെ വേണോ. നമുക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതകളുടെ ഒരു ലോകമാണ്. പലതരത്തിൽ കൃഷി ചെയ്യുന്നവരുണ്ട്. ചാക്കുകളിൽ മണ്ണ് നിറച്ച് കൃഷി ചെയ്യുന്നവരുണ്ട്, ഗ്രോ ബാഗ് വാങ്ങി കൃഷി ചെയ്യുന്നവരുണ്ട്, ചട്ടികൾ വാങ്ങി കൃഷി ചെയ്യുന്നവരുണ്ട്, മൺചട്ടികൾ വാങ്ങി കൃഷി ചെയ്യുന്നവരുണ്ട്, സിമന്റ് ചട്ടികൾ വാങ്ങി കൃഷി ചെയ്യുന്നവരുണ്ട്. കൃഷി ചെയ്യുവാനുള്ള മനസ്സുണ്ടെങ്കിൽ എവിടെ വേണോ കൃഷി ചെയ്യാൻ കഴിയുന്നതാണ്. ഞാനിവിടെ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ചട്ടികളിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് പ്ലാസ്റ്റിക് ചട്ടികൾ വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം തക്കാളിയൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ വലുപ്പമുള്ളൊരു ചട്ടിയാണ്. നമ്മൾ കൃഷി ചെയ്യാനായിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷിക്കാണെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. പലരും തണലുള്ള സ്ഥലങ്ങളൊക്കെ പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുക്കാറുണ്ട്. ഒരു കാരണവശാലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമല്ല. വെജിറ്റബിളൊക്കെ നന്നായിട്ട് വളരണമെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഓപ്പൺ സ്പേസ് ആയിരിക്കണം കൃഷി ചെയ്യാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നടാനായിട്ട് അടിപൊളി ചട്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിൽ നമുക്ക് മണ്ണും ജൈവവളങ്ങളൊക്കെ ചേർത്തുള്ള മിശ്രിതം നമുക്ക് ഇതിൽ നിറയ്ക്കേണ്ടതുണ്ട്. നിറച്ചാൽ മാത്രമേ നമുക്ക് തൈകൾ നടാൻ പറ്റൂ. അപ്പോൾ ഇതിൽ ഈ ചട്ടിയിൽ നിറയ്ക്കാനുള്ള പോട്ട് മിശ്രിതം എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ കൃഷിയുടെ അടിസ്ഥാനം എന്നത് മണ്ണ് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ മണ്ണെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 2 ആഴ്ച മുമ്പ് മണ്ണെടുത്തു. ഇതിൽ നന്നായിട്ട് ഡോളമൈറ്റ് ചേർത്തു. ഒരു ചട്ടിക്ക് അല്ലെങ്കിൽ ഒരു ബാഗിന് കുറഞ്ഞത് 50 മുതൽ 100 ഗ്രാം കുമ്മായ വസ്തുക്കൾ ഈ മണ്ണിൽ ചേർക്കണം. അപ്പൊ ഞാനിവിടെ ഡോളമൈറ്റ് ആണ് ചേർത്തത്. കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ആഴ്ച, ഒരു 14 മുതൽ 15 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് കൊടുക്കണം. അതിനുശേഷം മാത്രമേ ഇതിൽ ജൈവവളങ്ങളൊക്കെ ചേർത്ത് നമുക്ക് തൈകൾ നടാൻ പാടുള്ളൂ. നമുക്ക് ഒരു കാരണവശാലും കുമ്മായം ചേർത്ത് നേരിട്ട് ചട്ടികളിലേക്ക് നിറയ്ക്കാൻ പാടില്ല. ഞാൻ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മണ്ണെടുത്തു. ഒരു ചട്ടിക്ക് 100 ഗ്രാം ഡോളമൈറ്റ് എന്ന തരത്തിൽ ഡോളമൈറ്റ് ചേർത്തു. ഡോളമൈറ്റ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ 15 ദിവസമൊന്നും വെയിറ്റിംഗ് പീരീഡ് കൊടുക്കണ്ട. ഒരു 5 ദിവസം കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മണ്ണ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇത് ഡോളമൈറ്റ് ചേർത്ത് മിക്സ് ചെയ്ത മണ്ണാണ്. ഇതിവിടെ ഇട്ടിരുന്നു. ഇന്ന് ഇതിൽ നമുക്ക് ചാണകവും ചകിരിച്ചോറ് കമ്പോസ്റ്റും കൂടെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലുപൊടി ചേർത്തിട്ടുണ്ട്, വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിട്ടുണ്ട്, കടലപ്പിണ്ണാക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ചട്ടികളിൽ നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തൈകൾ നടാവുന്നതാണ്. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള അളവുണ്ട്. മണ്ണ്, മണൽ, ചാണകം, ചകിരിച്ചോറ് കമ്പോസ്റ്റ് എന്നിവ തുല്യമായ അളവിൽ എടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ചട്ടിക്ക് ഒരു 100 ഗ്രാം എല്ലുപൊടി, ഒരു ചട്ടിക്ക് 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, ഒരു ചട്ടിക്ക് ഒരു 50 ഗ്രാം കടലപ്പിണ്ണാക്ക് എന്ന തരത്തിൽ കടലപ്പിണ്ണാക്കും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുമ്മായ വസ്തുക്കൾ ചേർത്ത് ഇപ്പം കുമ്മായമാണ് നമ്മൾ മണ്ണിൽ ചേർക്കുകയാണെങ്കിൽ നമുക്കൊരു 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ജൈവവളം ചേർക്കാൻ പാടുള്ളൂ. അതിനുശേഷം മാത്രമേ കൃഷി ആരംഭിക്കാനും പാടുള്ളൂ. നമ്മൾ മണ്ണിൽ ഡോളമൈറ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ ഒരു 3 മുതൽ 5 ദിവസം കഴിഞ്ഞ് മണ്ണിൽ ജൈവവളങ്ങളൊക്കെ ചേർത്ത് നമുക്ക് കൃഷി ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ജൈവവളവും കുമ്മായ വസ്തുക്കളൊക്കെ ചേർത്ത് ഒരു 15 ദിവസം കഴിഞ്ഞ മണ്ണുമായിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയാണ് നമ്മൾ ചട്ടികളിൽ നിറയ്ക്കാനായിട്ടുള്ള പോട്ട് മിശ്രിതം നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാത്തരം മൂലകങ്ങളും ലഭിക്കത്തക്ക വിധത്തിൽ ധാരാളം ജൈവവളങ്ങളൊക്കെ ചേർത്താണ് ഈ പോട്ട് മിശ്രിതം തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ ഗ്രോ ബാഗുകളിലും ചാക്കുകളിലും ചട്ടികളിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും ലഭിക്കുന്ന തരത്തിൽ അതിനുള്ള വളക്കൂട്ടുകളെല്ലാം ചേർത്ത് നന്നായിട്ട് മിശ്രിതം ഒരുക്കിയ ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ ചട്ടികളിലേക്ക് നിറയ്ക്കാൻ പാടുള്ളൂ. ചട്ടിയിൽ പൂർണ്ണമായി നിറയുന്ന തരത്തിൽ നന്നായിട്ട് നിറയ്ക്കുക. നമ്മുടെ കൈമുഷ്ടി കൊണ്ട് ഇതുപോലെ ഇടിച്ചൊന്ന് താഴ്ത്തണം. ഇതുപോലെ നന്നായിട്ട് താഴ്ത്തി കഴിഞ്ഞാൽ ഏകദേശം ചട്ടിയുടെ 1/4 ഭാഗത്തോളം പോട്ട് മിശ്രിതം നിറഞ്ഞിട്ടുണ്ടാവും. 4 മുതൽ 5 പ്രായമായ അല്ലെങ്കിൽ 6 പ്രായമായ ഒരു 20 മുതൽ 25 ദിവസം പ്രായമായ ഇളം തൈകളാണ് നമ്മൾ നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന തൈകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായം ചെന്ന തൈകളാണ്. ഇവിടെ ഒരുപാട് പ്രായമായ തൈകൾ നമ്മൾ കൃഷിയിടത്തിലേക്ക് വാങ്ങി നട്ടു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വളർന്നു വരില്ല, വിളവും കുറയാൻ അത് കാരണമാവുകയും ചെയ്യും. നമുക്കിപ്പോൾ നഴ്സറികളിലൊക്കെ ഇതുപോലെ പ്രോ ട്രേകളിൽ അടിപൊളി തൈകളൊക്കെ വരുന്നുണ്ട്. ട്രേകളുടെ അടിഭാഗത്ത് ഇതുപോലെ മെല്ലെ അമർത്തി കൊടുത്താൽ തന്നെ നമുക്ക് ചെടികളുടെ വേരുപടലങ്ങൾക്കൊന്നും ഒരു ക്ഷതവും സംഭവിക്കാത്ത തരത്തിൽ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് തൈകൾ ഇളക്കിയെടുക്കാൻ പറ്റും. തൈ നടുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ചെടിയുടെ വേരുപടലങ്ങൾക്ക് ഒരു തരത്തിലുള്ള ക്ഷതവും സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നടുമ്പോൾ ഈ വേരുപടലങ്ങൾ മാത്രം, ഈ കപ്പ് പോലിരിക്കുന്ന ഭാഗം മാത്രം മണ്ണിൽ താഴുന്ന തരത്തിൽ ഒരു ചെറിയ കുഴിയെടുത്ത് നമ്മൾ അതിൽ മെല്ലെ അമർത്തി വെച്ച് വെള്ളം നനച്ചു കഴിഞ്ഞാൽ ചെടിക്ക് ഒരു ഡാമേജ് ഇല്ലാതെ നമുക്ക്
നന്നായിട്ട് സംരക്ഷിച്ചെടുക്കാൻ പറ്റും. ഈ പോർട്ട് മിശ്രം നിറച്ച ചട്ടിയുടെ നടുവിൽ ഒരു ചെറിയ കുഴിയെടുത്ത് നമ്മൾ അതിൽ തൈകൾ മെല്ലെ അമർത്തി വെക്കാറുണ്ട്. നമ്മൾ തൈകൾ ഇതുപോലെ മെല്ലെ താഴ്ത്തി വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നടേണ്ടത്. ഒരു കാരണവശാലും ഒരുപാട് ആഴത്തിൽ നടാൻ പാടില്ല. ആഴത്തിൽ നട്ടു കഴിഞ്ഞാൽ അഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നല്ല നടിയിൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അത് നമ്മൾ നടുക. വിത്ത് വേണോ തൈ വേണോ നമുക്ക് നടാം. തൈകളാണെങ്കിൽ അതിന്റെ വേരുപടലങ്ങൾ മാത്രം മണ്ണിൽ താഴുന്ന തരത്തിൽ നമുക്ക് ചെറിയ കുഴിയുണ്ടാക്കി നടുക. വിത്താണ് നമ്മൾ നടിയിൽ വസ്തുവായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വിത്തോളം ആഴത്തിൽ, വിത്തിന്റെ വലിപ്പം എത്രയാണോ ആ ആഴത്തിൽ മാത്രം ഒരു കുഞ്ഞു കുഴിയുണ്ടാക്കി അതിൽ വിത്ത് നടുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നടുന്നത്. അപ്പോൾ വളപ്രയോഗവും മറ്റു പരിചരണങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വീഡിയോ ഇടുന്നതാണ്.